ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു വിഷമമുണ്ടാക്കിയ ദിവസം തന്നെയാണെന്ന്. ഇന്നലെ അന്തരിച്ച ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടന്നു. ഒരു അവതാരകൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ മുഹൂർത്തം ഏതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ വിയോഗമൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ഇന്നലെ രാവിലെ ഞാൻ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോഴാണ് ഈ ശ്രീയേട്ടൻ എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തിയുടെ മരണം ഉണ്ടായത്. അപ്പം നമ്മുടെ വികാര വിക്ഷോഭങ്ങളെല്ലാം അടക്കി പിടിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് നമ്മൾ സംഗമിച്ചുള്ള നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ചില ഓൺലൈനിലൊക്കെ ചില വിവാദങ്ങളൊക്കെ കണ്ടു. മുഖ്യമന്ത്രി വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മകൻ പരിഗണിച്ചില്ല. ഒരിക്കലും ഒരു മകൻ, നമ്മൾ ഈ പൈതലെ വേർപെട്ട പശു എന്ന് പറഞ്ഞ പോലെ ഈ ഒരച്ഛൻ, അതും ഒരു താരം എന്ന് പറയാവുന്ന ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിൻ്റെ മകനായി ജനിക്കുന്ന ഒരാൾ, ആ തണലിൽ വളരുന്ന ഒരാൾ പെട്ടെന്ന് ഈ താരം ഇല്ലാതാകുന്നു, അച്ഛൻ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ട് ബ്ലാങ്ക് ആയിരിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി അവിടെയൊക്കെ കടന്നു വന്നത്. മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാകും, പക്ഷേ മറ്റുള്ളവർ അത് തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ധ്യാൻ എന്തുകൊണ്ട് എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹം കൈക്ക് പിടിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ ശരിക്കും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ആ മഹാനടനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊന്നും നമ്മൾ വിവാദമാക്കേണ്ടതല്ല. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമുക്കെന്താ ദാസ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന് പറയും. നമ്മളെപ്പോഴും ശ്രീയേട്ടൻ എന്ന് പറയുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ഈ വലിയ മനുഷ്യൻ യാത്രയായി എന്നറിയുമ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ ഇനി ഓർമ്മ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. കാലത്തെ അതിജീവിക്കുന്ന ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ ഓർമ്മയിലേക്ക് മറഞ്ഞു. എറണാകുളത്തെ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ്. സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കിയ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരോടെയാണ് കലാകേരളം ഇന്ന് വിട നൽകിയത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. സിനിമയിലും ജീവിതത്തിലും ചിന്തയുടെയും നർമ്മത്തിന്റെയും മറ്റൊരു ഭൂഗോളം തീർത്ത പ്രതിഭ ഇനി നിത്യമായ ഓർമ്മ. വൻ ജനാവലിയെ സാക്ഷിയാക്കി ഓർമ്മകളുടെ ലോകത്തേക്ക് ശ്രീനിവാസൻ യാത്രയായി. ജീവിതവഴിയിൽ എന്നും താങ്ങും തണലുമായിരുന്ന ഭാര്യ വിമല പ്രിയതമന് അന്ത്യയാത്രാമൊഴി നൽകിയത് ചുറ്റുമുള്ളവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. നിറമിഴികളോടെ കുടുംബാംഗങ്ങൾ. വിനീതും ധ്യാനും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മുഷ്ടി ചുരുട്ടി ധ്യാനിന്റെ അന്ത്യാഭിവാദ്യം.
സിനിമ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ ഇന്നും വസതിയായ പാലാഴിയിലേക്കെത്തിയത് ആയിരക്കണക്കിന് പേർ. ഇടത്തരക്കാരന്റെ വിഹ്വലതകൾ അവതരിപ്പിച്ച് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി മടക്കം. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ. 24 കൊച്ചി. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അന്ത്യസമ്മാനമായി ഈ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരു പേനയും പേപ്പറും ഒരു പിടി പൂക്കളും സമർപ്പിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈർന്നടിഞ്ഞു. അന്ത്യസമ്മാനമായി ശ്രീനിവാസന് ഇതിലും മനോഹരമായി മറ്റെന്ത് നൽകാൻ? പേനയും വെള്ളപ്പേപ്പറും പൂക്കളും. ശ്രീനിവാസൻ ഉപയോഗിച്ച പേന കൊണ്ട് പ്രിയ സുഹൃത്ത് സത്യൻ അന്തിക്കാട് എഴുതിയ വരികൾ എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. മകൻ ധ്യാനിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്. വേർപാട് താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടി സന്തത സഹചാരിയായ ഡ്രൈവർ ഷിനോജും സുഹൃത്ത് മനു ഫിലിപ്പ് തുകലനും. ആ സൗഹൃദക്കൂട്ട് ഇനി ഹൃദയങ്ങളിലാണ്. പതിറ്റാണ്ടുകൾ പ്രചോദനമേകിയ കൂട്ടുകാരന് വിതുമ്പലോടെ വിട നൽകി സഹപ്രവർത്തകർ. കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. തെന്നിന്ത്യൻ താരം സൂര്യ രാവിലെ കണ്ടനാട്ടെ വസതിയിലെത്തി. ശ്രീനിവാസന്റെ സംഭാവനകൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് സൂര്യ. அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் எப்பவுமே நிரந்தரமாக எல்லார் மனசுலையும் ஞாபகம் இருக்கும். പൃഥ്വിരാജ്, പാർത്ഥിപൻ, മുകേഷ്, ഇന്ദ്രൻ, പാർവതി തുടങ്ങിയവർ കഥയുടെ രാജകുമാരന് വിട ചൊല്ലി. ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ലെജൻസൊക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മളവരെ ഓർക്കാറുള്ളത്. പക്ഷേ ശ്രീനിസാറിനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. എല്ലാ മലയാളിക്കുമുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നൊരാൾ പോയതുപോലെയാണ്. ശരിക്കും ഏറ്റവും അടുത്തൊരാൾ പോയതുപോലെയാണ്. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ. സിനിമയിൽ സാധാരണക്കാരന്റെ ജീവിതം പകർത്തി ജീവിതത്തിൽ അവരിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ. അത് തെളിയിക്കുന്നതായിരുന്നു വൻ ജനാവലി നൽകിയ അന്ത്യയാത്രാമൊഴി. 24 കൊച്ചി. നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്നു ശ്രീയേട്ടൻ. എനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ള ഒരാളായിരുന്നു. ഞാൻ സിനിമാ രംഗത്ത് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളും അദ്ദേഹം തന്നെയായിരുന്നു. മറ്റു ഒരുപാട് ആൾക്കാരെ നമുക്ക് അടുത്തറിയാമെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും നമ്മൾ കടന്നു ചെല്ലാറില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ വിടചൊല്ലം നമുക്ക് പറയാൻ കഴിയും. കുറേ കാലം കൂടി ഈ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു മഹാപ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞത്. ആദരാഞ്ജലികൾ. പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു. കാസർഗോഡ് ഇരിണിയിൽ പുലിയും പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവയും ഇറങ്ങിയതിൻ്റെ ആശങ്കയിലാണ് ജനം ഇപ്പോൾ. ശബരിമല മരക്കൂട്ടം യു-ടേൺ ഭാഗത്തും കാട്ടാന ഇറങ്ങി. പാലക്കാട് വാക്കോട് മേഖലയിൽ കാലങ്ങളായി ഭീതി പടർത്തിയ പുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇന്നു പുലർച്ചെ ശിരുവാണി കേരളമേട് കാട്ടിൽ തുറന്നുവിട്ട 4 വയസ്സുള്ള പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വരും ദിവസങ്ങളിലും വനം വകുപ്പ് നിരീക്ഷണം തുടരും. കാസർഗോഡ് ഇരണ്ണിയിൽ പുലിയിറങ്ങിയതിലെ ആശങ്കയിലാണ് ജനം. ഇന്നലെ രാത്രി കുണിയേരി വെള്ളാട് സ്വദേശി നാരായണന്റെ വീട്ടിൽ വളർത്തുനായെ പുലി ആക്രമിച്ചു. മുളിയാർ റിസർവ്ഡ് വനമേഖലയിൽ നിന്നാണ് പുലിയെത്തിയത്. വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാലുടൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവ ആടിനെ കടിച്ചുകൊന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ 12 മണിക്കാണ് ഫാമിന്റെ തൊട്ട് താഴെ നമ്മൾ ആടിനെ തീറ്റിക്കാൻ ഇറക്കിയപ്പോൾ കടുവയുടെ ആക്രമണത്താൽ ഒരു ആട് നഷ്ടപ്പെട്ടത്. വനപാലകരും ഗവൺമെന്റും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും നടപടികൾ എത്രയും വേഗം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശബരിമല മരക്കൂട്ടം യു-ടേൺ ഭാഗത്ത് കാട്ടാന ഇറങ്ങി. സംരക്ഷണ വേലി തകർത്തു. വനം വകുപ്പും പോലീസും ചേർന്ന് ആനയെ വിരട്ടി കാട്ടിലേക്ക് തിരിച്ചയച്ചു. ന്യൂസ് ഡെസ്ക് 24.
വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഈ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ നഗരങ്ങളിൽ പോലും ഈ വന്യമൃഗങ്ങൾ ചേക്കേറുന്നത് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ല. ജനങ്ങൾ വല്ലാത്ത പരിഭ്രാന്തിയിലാണ് പലയിടങ്ങളിലും. അവർക്ക് നമുക്കറിയാം, തൊട്ടടുത്ത് കാട്ടാനയുണ്ടെങ്കിൽ, തൊട്ടടുത്ത് കടുവയുണ്ടെങ്കിൽ, നരഭോജിയായ പുലിയുണ്ടെങ്കിൽ, അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഉറക്കം വരിക? പല മനുഷ്യരും നമ്മുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഉറക്കം വരാത്ത രാത്രികളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മൾ കാണാതിരിക്കുന്നില്ല. കണ്ണൂർ അയ്യൻകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിൻ്റെ ചായ്പ് തകർത്തു. ആന നിലവിൽ വനാതിർത്തിയുടെ 1.5 കിലോമീറ്റർ അകലെയാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ആനയെ തുരത്താനുള്ള ഇന്നത്തെ ദൗത്യം വനംവകുപ്പ് അവസാനിപ്പിച്ചു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് തത്സമയം. അജീഷ്, ഇന്ന് എങ്ങനെയായിരുന്നു ഈ കാട്ടാനയുടെ വിക്രിയകൾ? ഇന്നലെ രാത്രിയാണ് ഈ കാട്ടാന കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയത്. ആദ്യം ഈ ജനവാസ മേഖലയുടെ അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് കാട്ടാനയെ ആദ്യം കണ്ടത്. ഒരാന ആയിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ജനവാസ മേഖലയോട് കൂടുതൽ അടുത്തടുത്ത് വന്നപ്പോഴാണ് ഇതിനെ തുരത്താനുള്ള നടപടികൾ ഉച്ചയ്ക്ക് വനംവകുപ്പ് തുടങ്ങിയത്. പോലീസും ഒപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നാട്ടുകാർ പരിഭ്രാന്തരായി പുറത്തേക്ക് ഇറങ്ങി ഈ കാട്ടാനെ തുരത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെ കൂടുതൽ സംഭവം വഷളാവുകയുമായിരുന്നു. പിന്നീട് വനംവകുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇറക്കി നാട്ടുകാരെയൊക്കെ അവിടെ നിന്ന് മാറ്റി ഈ കാട്ടാനെ ഈ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടങ്ങി. പിന്നീട് ഈ സമയത്ത് ഈ പരിഭ്രാന്തി പരത്തി ഈ നാട്ടിലൂടെയൊക്കെ ഓടിയ കാട്ടാന പല വീടുകളുടെ മുന്നിലൂടെയും ഓടി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഈ ആളുകൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങരുതെന്ന ഒരു നിർദ്ദേശം ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ചായ്പ്, അതായത് കാർപോർച്ചിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിയിരുന്ന ഷീറ്റ്, തകര ഷീറ്റ് അടക്കം കാട്ടാന തകർത്തത്. കൂടാതെ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പുരയും ഈ കാട്ടാന തകർത്തു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള ഇന്ദക്കരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കാട്ടാന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ അതിനെ ഇപ്പോൾ അതിൻ്റെ തുരത്തി ഓടിക്കാനുള്ള ആ നടപടി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടാനെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. അത് ഇറങ്ങി വന്ന നാട്ടിലേക്ക് വന്ന വഴി തന്നെ തിരിച്ചു കയറി പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ നാളെ രാവിലെ വരെ തന്നെ ഈ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തൊക്കെ തന്നെ തുടരും, പെട്രോളിംഗ് നടത്തും. നാട്ടുകാർക്ക് ഈ പുറത്തിറങ്ങുന്നതിനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ വേണ്ടി വന്നാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ, പ്രത്യേകം ക്വിക്ക് റിയാക്ഷൻ ടീമിനടക്കമുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഇതിനെ തുരത്താനുള്ള നടപടികൾ എടുക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ വരെ നോക്കാനാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് ദേവർഗതിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഒരു കടുവ ഇറങ്ങി. കൂമൻ മാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നാട്ടുകാർ കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കൂമൻ മാരൻ്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിൻ്റെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ കൈമാറി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കൂമൻമാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിന് സമീപത്ത് കടുവയെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടു. പടക്കം പൊട്ടിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്തി. കടുവയ്ക്ക് കാലിൽ പരിക്കുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. വനാതിർത്തിയിൽ പട്രോളിംഗ് ശക്തമാക്കും. കർണാടക വനമേഖലയിൽ നിന്നുള്ള കടുവയാണെന്നാണ് സംശയം. പ്രദേശത്ത് കർണാടക ഫോറസ്റ്റോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ കടുവയെ കണ്ടിട്ടുള്ളത്. അവിടെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ആളുകൾ കണ്ട് സ്ഥിരീകരിച്ചിട്ട കാര്യമാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ടുകൊണ്ട് കൂട് വെച്ച് ഒപ്പം തന്നെ ക്യാമറയും വെച്ച് ഇതിൻ്റെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഉടനടി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻമാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ധനസഹായമായ 10 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ കുടുംബത്തിന് ആദ്യ ഗഡു കൈമാറി. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ആയതിനാലാണ് സ്ഥലത്തെത്താത്തതെന്നും 2 ദിവസത്തിനകം ഉന്നതി സന്ദർശിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പ്രദേശവാസികൾ ജാഗ്രത തുടരണമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 വയനാട്. നമ്മുടെ നിസാം കൊല്ലം പറഞ്ഞ എസ് കെ പാലക്കാട് ഒരു പാവം മനുഷ്യനെ തല്ലിക്കൊന്നതിൻ്റെ വാർത്തകൾ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ആ വാർത്തകൾ നമ്മളെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് കേരളത്തിൽ അപൂർവമായി കേൾക്കുന്ന വാർത്തയാണെങ്കിലും ഈ അട്ടപ്പാടിയിലെ മധുവിന് ശേഷം മറ്റൊരു വാർത്ത കൂടി പാലക്കാട് നിന്ന് വന്നു. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ബാഗേലിൻ്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയില്ല. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നാണ് ഇപ്പോഴും കുടുംബത്തിൻ്റെ നിലപാട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രാംനാരായണൻ ബഗേലിന്റെ മൃതദേഹം കണ്ട്
വിങ്ങിപ്പൊട്ടിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും പ്രയാസപ്പെട്ടു. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന റാംനാരായണന്റെ മരണം 2 കുഞ്ഞുങ്ങളെയും തന്നെയും അനാഥമാക്കിയെന്ന് ഭാര്യ ലളിത. मेरे छोटे छोटे बच्चे, हम लोग गरीब आदमी हैं, हमें न्याय चाहिए. जब तक हमें न्याय नहीं मिलेगा तब तक हम यहीं रहेंगे. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആൾക്കൂട്ട കൊലപാതകത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് കേസ് ശക്തിപ്പെടുത്തണം. തങ്ങൾ ഛത്തീസ്ഗഡിലെ ദളിത് സമുദായ അംഗങ്ങളാണെന്നും SC/ST പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും കുടുംബം പറഞ്ഞു. अभी मेरी डिसीजन यही है कि जो मॉब लिंचिंग की केस है वो एड हो उस पर, और SIT टीम गठित हो, उचित जांच हो, और इनको जो है 25 लाख रुपए की जो है मुआवजा राशि मिले. റാംനാരായൺ ബഗേലിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ലെന്ന് പോലീസ് സർജൻ ഡോക്ടർ TS ഹിതേഷ് ശങ്കർ പറഞ്ഞു. അത് വളരെ ബ്രൂട്ടലായ ഒരു മർഡറായി പോയി. ബോഡി മൊത്തം അടിച്ച പരിക്കുകളുണ്ടായിരുന്നു. പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അതുതന്നെയാണ് മരണകാരണം. ആൾക്കൂട്ടമർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ടെന്ന നിലപാടിലാണ് പോലീസ്. ആക്രമണത്തിൽ 15ഓളം പേർ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 24 തൃശൂർ. ചന്ദ്രൻ ചിറയിൽ ഒരു പരാതിയായി പറയുന്നൊരു കാര്യം, ആൾക്കൂട്ട കൊലപാതകം വേണ്ടത്ര പരിഗണന ചില മീഡിയകൾ നൽകിയില്ല എന്നാണ്. ചന്ദ്രൻ 24-ൽ അത് കാര്യമായി തന്നെ സ്ഥാനം പിടിച്ചിരുന്നു എന്ന് ചന്ദ്രൻ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളെക്കുറിച്ചല്ല പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റാംനാരായൺ ബഗേലിൻ്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകി. പാലക്കാട് RDO കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ആൾക്കൂട്ട കൊലയിലെ അന്വേഷണത്തിൽ കോൺഗ്രസ് ആരോപണവുമായി രംഗത്ത് വന്നു. നമുക്ക് ആദ്യം ആരോപണം ഒന്ന് കാണാം. ഈ 15 എണ്ണത്തിൽ ഒരാൾ CPM അനുഭാവിയും 14 പേര് BJP അനുഭാവിയും ഞങ്ങളുടെ അന്വേഷണം അറിഞ്ഞത്. ഇപ്പോൾ അറിഞ്ഞു 5 പേരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 15 പേര് പ്രതികളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പല പ്രതികളും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി എന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല, ആരാലും നോക്കേണ്ട കാര്യമില്ല. അവരെ ഗവൺമെൻറ് ഗൗരവം കണക്കാക്കി അതിനെ പിടിച്ച് ശിക്ഷിക്കണം. ഇത് ആവർത്തിക്കാൻ പാടില്ല. നിന്ന് സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രൈം ടൈമിൽ വരികയാണ്. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താ ബ്യൂറോയിൽ കിട്ടിയത്? കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഈ റാംനാരായൺ ബഗേലിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞത്. അന്ന് തന്നെ ഈ മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസ് നടത്തിയത്. പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം ഇടപെട്ട് കുടുംബം ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇത്തരമൊരു നടപടിയിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞ് അന്ന് അവർ തടയുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും എല്ലാം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി ഈ റാംനാരായണന്റെ മൃതദേഹം കണ്ടത്. അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ഭാര്യയ്ക്കും മക്കൾക്കുമൊന്നും ആ സങ്കടം താങ്ങാൻ കഴിയാവുന്നതായിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളാണ് നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നത്. അവർ പറഞ്ഞത് ഈ റാംനാരായണന്റെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം നഷ്ടമായതിലൂടെ ഒരു തരത്തിലും ഈ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന നഷ്ടപരിഹാരം അത് സംസ്ഥാന സർക്കാർ നൽകണം. സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അടിയന്തര നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം ഏറ്റെടുക്കുന്നില്ല എന്ന നിലപാട് കുടുംബം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ അല്പം മുമ്പാണ് പാലക്കാട് RDO ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഇവരുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് പ്രധാനപ്പെട്ടത് ഇത് അന്വേഷിക്കുന്നതിന് ഒരു SIT നിയോഗിക്കാം, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാം. അത് IPS ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുക എന്ന IPS റാങ്കുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും നേതൃത്വം കൊടുക്കുക. രണ്ടാമത് വച്ചിരിക്കുന്ന നിർദ്ദേശം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതാണ്. ഈ ആൾക്കൂട്ട മർദ്ദനം നടത്തിയതിന്റെ ആൾക്കൂട്ട കൊലപാതകമാണ്. അത്തരം വകുപ്പുകളടക്കം ഈ കേസിൽ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വകുപ്പുകൾ അടക്കം ചുമത്താം എന്നുള്ള ഉറപ്പുകൂടി ഇപ്പോൾ ഈ RDO നൽകിയിരിക്കുന്നു. പക്ഷേ കുടുംബം പറയുന്നത് ഇത് വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ, ജില്ലാ കളക്ടർ ഇത് വാർത്താക്കുറിപ്പായി പുറത്തിറക്കണം എന്ന ആവശ്യം ഇപ്പോൾ കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതും പാലക്കാട് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പാലക്കാട് ജില്ലാ കളക്ടർ പുറത്തിറക്കും. ആ ഉറപ്പ് ലഭിച്ചാൽ തങ്ങൾ മൃതദേഹം ഏറ്റെടുക്കാം എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. അവർ ഇപ്പോഴും തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ തുടരുകയാണ്. അതേസമയം
കോൺഗ്രസ് ആകട്ടെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുകയാണ്. കോൺഗ്രസ് പറയുന്നത് DCC പ്രസിഡന്റായിട്ടുള്ള എ തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 15 പ്രതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ 14 പ്രതികളും BJP ബന്ധമുള്ളവരാണ്, BJP പ്രവർത്തകരാണ് അവർ എന്ന് എ തങ്കപ്പൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ വിരലെണ്ണാവുന്ന ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 3 ദിവസമായി ഈ പ്രതികൾക്കെതിരെ കാര്യമായ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നില്ല. അവർക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം അത് പോലീസ് ഒരുക്കി കൊടുക്കുന്നു. ഈ 14 പേര് BJP പ്രവർത്തകരാണ്. അതിൽ ഒരാൾ CPM, 15ാമത്തെ ആൾ എന്ന് പറയുന്നത് CPM പ്രവർത്തകരാണ്. അങ്ങനെ ഈ പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം പോലീസ് ഒരുക്കി കൊടുക്കുകയാണെന്ന ഗുരുതര ആരോപണം കൂടി ഈ ഘട്ടത്തിൽ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുകയാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ആശ സിംഗപ്പൂരിൽ എന്ന് പറയുന്നു, കണ്ണിൽ ചോരയില്ലാത്തൊരു പാവം മനുഷ്യനെ ഇവർ തല്ലിക്കൊന്നു. പാവം, എനിക്ക് അത് ഓർത്തിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ണടയ്ക്കുമ്പോൾ ആ പാവം മനുഷ്യൻ്റെ മുഖം ഓർമ്മ വരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകരായുണ്ട്. ഇത്തരം അത്യാഹിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവിധ കരുതലുകളും നമ്മൾ എടുക്കേണ്ട സമയമായി. ഇനി ഒരു ഇടവേള നമുക്ക് വേണം. ഇടവേള കഴിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെയും പങ്ക് വിവരിച്ച് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെന്നും കുറ്റം മറയ്ക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്നുമാണ് SIT റിപ്പോർട്ട്. ഈ വാർത്തയിലേക്ക് വരാം, ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ആലുവ ദേശത്ത് ഒരു കാറിന് തീപിടിച്ചു. ജോർജ് എന്നയാളുടെ കാറാണ് കത്തിനശിച്ചത്. ആളപായം ഒന്നുമില്ല, അങ്ങനെയുള്ള അത്യാഹിതമൊന്നും ഉണ്ടായിട്ടില്ല. സന്തോഷം, ആശ്വാസകരമായ കാര്യമാണത്. ഫയർഫോഴ്സാണ് തീ പൂർണ്ണമായിട്ടും അണച്ചത്. ഇപ്പോൾ വത്സല ചോദിക്കുന്നു, ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ അതിൽ എത്ര CPM, എത്ര കോൺഗ്രസ്, എത്ര BJP എന്ന് അന്വേഷിക്കുന്നതാണോ നിയമ സംവിധാനം ചെയ്യേണ്ടത്? കുറ്റം ചെയ്തവരാരായാലും അവർ കുറ്റവാളികൾ എന്ന കാറ്റഗറിയിലല്ലേ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവരുടെ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ തന്നെ കോടതിയിൽ വരുമ്പോൾ അതൊന്നും പ്രസക്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെയും പങ്ക് വിവരിച്ച് SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെന്നും കുറ്റം മറയ്ക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്നുമാണ് ഈ SIT റിപ്പോർട്ട് പറയുന്നത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ കേസിൽ പ്രതിയാക്കാൻ ഉടൻ ചോദ്യം ചെയ്യും എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി ഈ റിപ്പോർട്ട്. അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കൃത്യം മറയ്ക്കുന്നതിലും പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. 2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിലയിരുത്തൽ. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറിയെന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതിന് ആവശ്യകത എന്താണ് എന്ന് ഹൈക്കോടതി ഇന്ന് ചോദിച്ചു. ഭൂമിയുടെ ആവശ്യം സർക്കാരിന് ശാസ്ത്രീയമായി കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ വിജ്ഞാപനമിറക്കിയത്. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഭാവി വികസനം മുന്നിൽ കണ്ടാണ് 2570 ഏക്കർ ഭൂമി കണക്കാക്കിയത് എന്ന സർക്കാർ വാദവും കോടതി തള്ളി. എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങളെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാമൂഹികാഘാത പഠനത്തിലും കാര്യമായ ഗൗരവം പുലർത്തിയില്ല. ഭൂമിയുടെ കൃത്യമായ അളവ് നിർണ്ണയിക്കാൻ പുതിയ സോഷ്യൽ ആഘാത പഠനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ചെറുവള്ളി എസ്റ്റേറ്റിലെ ശബരിമല വിമാനത്താവള നിർമ്മാണത്തിന് 7047 കോടി രൂപ ചെലവാണ് കണക്കാക്കുന്നത്. നിരവധി കോടതി വ്യവഹാരങ്ങൾക്കിടയിലും സർവേ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ആക്ഷേപങ്ങൾ ഉയർന്നെങ്കിലും ഇന്നത്തെ കോടതി വിധിയോടെ സർക്കാർ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും.
തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ റിനു. SKN നമുക്കറിയാം ആറന്മുള വിമാനത്താവള പദ്ധതി വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നു. പിന്നീട് ഈ ആറന്മുള വിമാന പദ്ധതിക്കെതിരെ CPM-ന് പോലും നിലകൊള്ളേണ്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. അതിനുശേഷമാണ് 2017 ശബരിമലയിൽ ഒരു വിമാനത്താവളത്തിന് വേണ്ടി ഹാരിസന്റെ ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. വിശദമായിട്ടുള്ള 4 അംഗ സമിതിയുടെ പഠനത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകുവാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അതിന് എതിരെ ഉണ്ടാകുന്നു. എസ്റ്റേറ്റിൽ നിന്ന് പോലും ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാലാ കോടതിയിൽ സ്യൂട്ട് ഫയൽ എന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നിലവിൽ ഹൈക്കോടതിയിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7ഓളം കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. LDF സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് ശബരിമല വിമാനത്താവളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 747 കോടി രൂപയുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ പല രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ആദ്യം മുതൽക്ക് തന്നെ ഉയർന്നു വന്നിരുന്നു. കാരണം തിരുവനന്തപുരത്തും കണ്ണൂരും വലിയ ഏവിയേഷൻ സെന്ററുകൾ നമുക്കുണ്ട്. അതിനിടയിൽ അവരുടെ സഞ്ചാരപാതയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഒരു വിമാനത്താവളം 5ാമതായി സംസ്ഥാനത്ത് വേണോ എന്നതടക്കമുള്ള ചോദ്യം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെയെല്ലാം മറികടന്നാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. നിലവിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് ഒരു സർവേ നടത്തുവാൻ വേണ്ടി പോലും സംസ്ഥാന സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ഈ എരുമേലിയിൽ വിവിധ പ്രദേശങ്ങളിൽ ചെറുവള്ളി എസ്റ്റേറ്റിന് പുറമേയുള്ള വിവിധ പ്രദേശങ്ങളിൽ മരങ്ങളുടെ എണ്ണങ്ങൾ പോലും എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സർവേയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് ഈ കോടതിയിലേക്ക് കേസ് വരുന്നതും. നിലവിൽ ഇപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടിയായി നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇനി സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത് സർക്കാർ നൽകിയ അല്ലെങ്കിൽ ഹാരിസൺ എസ്റ്റേറ്റിന് സർക്കാർ നൽകിയ ഒരു ഭൂമി പിന്നീട് അത് ബിലീവേഴ്സ് ചർച്ചിന് കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ആരോപിക്കുമ്പോൾ പണം കൊടുത്ത് എന്തിന് സംസ്ഥാന സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. താങ്ക് യു റിനു ശ്രീധർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് ഫൈനലിൽ പങ്കെടുക്കാൻ സൽമാൻ ഖാൻ കോഴിക്കോടെത്തി. ബോളിവുഡ് താരം സൽമാൻ ഖാൻ കോഴിക്കോടെത്തിയെങ്കിലും അതേപോലെ മടങ്ങിപ്പോയി എന്നാണ് വിവരം. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഈ ബൈക്ക് റേസ് ഫൈനൽ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നു, മനംകൊള്ളയിൽ SKN, മരംകൊള്ളയല്ല മനംകൊള്ളയിൽ SKN മിക്കവാറും അകത്താവും. അന്ന് എൻ്റെ പെണ്ണുമ്പിള്ളയും പിള്ളേരും ചിരിക്കും. 24 കാരണം അവർക്ക് സീരിയൽ കാണാൻ പറ്റുന്നില്ല എന്നാണ് ഈ തോമസ് മാത്യുവിൻ്റെ പരാതി. ഒരു ടി വി അങ്ങ് വാങ്ങിച്ചാലോ. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിൽ നടക്കും. പൂജയോടനുബന്ധിച്ചുള്ള ദീപാരാധന 11:30 മണിക്ക് പൂർത്തിയാകും. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുമുള്ള തങ്കാങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര മറ്റന്നാൾ രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഡിസംബർ 26-ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് ശബരിമല സന്നിധാനത്തെത്തും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കാങ്കി ചാർത്തി 6:30 മണിക്ക് ദീപാരാധന നടക്കും. ശബരിമല ഇന്ന് വൈകുന്നേരം 6 മണിവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 53,000 കടന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ റെയിൽവേ വർദ്ധിപ്പിച്ചു. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകളുടെ നിരക്കാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. വർധന ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. ബജറ്റിന് ആഴ്ചകൾക്ക് മുമ്പ് നിരക്ക് വർദ്ധിപ്പിച്ചത് അസംബന്ധമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. പ്രതിവർഷ വരുമാനം 600 കോടി രൂപയാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ടിക്കറ്റ് വർധന നടപ്പിലാക്കുന്നുവെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പുതുക്കിയ നിരക്കുകൾ പ്രകാരം നോൺ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന യാത്രക്കാർ 10 രൂപ അധികമായി നൽകേണ്ടി വരും. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്കാണ് വർധന. ഓർഡിനറി ക്ലാസുകളിലെ യാത്രാ നിരക്ക് 1 പൈസയായി വർദ്ധിപ്പിച്ചു. AC ക്ലാസുകളിലെ ടിക്കറ്റ് വർധന 2 പൈസ.
215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് നിരക്ക് വർധനവുണ്ടാകില്ല. ഈ മാസം 26 മുതൽ റെയിൽവേ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. ലോക്കൽ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രകൾക്കായിരിക്കും കൂടുതൽ ചിലവ് വരിക. വർഷങ്ങളായി ഇൻപുട്ട് ചിലവ് വർദ്ധിപ്പിച്ചിട്ടും 2018 മുതൽ ചരക്ക് നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ 10 മണിക്ക് ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങളും 12 മണിക്ക് കോർപ്പറേഷൻ കൗൺസിലേഴ്സുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണസമിതികളുടെ ആദ്യ യോഗവും ചേർന്നു. മിക്കയിടത്തും വൻ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. പലയിടത്തും UDF അംഗങ്ങൾ ഭരണഘടനയേന്തി സത്യപ്രതിജ്ഞ ചെയ്തു. അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരും സത്യവാചകത്തിന് ശേഷം ശരണം വിളിച്ചവരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗം കരമന അജിത്തിന്റെ സത്യപ്രതിജ്ഞ സംസ്കൃതത്തിലായിരുന്നു. തിരുവനന്തപുരം മഹാനഗരപാലികായാः സദസ്യത്വേന നിർവാചിതാः കരമന അജിത്. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സ്വതന്ത്രനെ പിന്തുണച്ച് കോൺഗ്രസും BJPയും മുദ്രാവാക്യം വിളിച്ചത് കൗതുകമായി. CPIM വിമതനായി മത്സരിച്ച മുൻ ലോക്കൽ സെക്രട്ടറി രത്തൻകുമാറിനായാണ് മുദ്രാവാക്യം. രത്തൻകുമാർ മത്സരിച്ച വാർഡിൽ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ആദ്യ ഭരണസമിതി യോഗം. മേയർ, നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ചയറിയാം. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സരിത പ്രഭാകരൻ എന്ന അംഗം കുഴഞ്ഞു വീണു. ആലപ്പുഴ കണ്ടല്ലൂർ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ CPIM പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടല്ലൂർ സ്വദേശി മനോഹരൻ പിള്ളയാണ് മരിച്ചത്. 24 കൊച്ചി. പാലാ നഗരസഭയിൽ പുളിക്കകണ്ടം കൗൺസിലേഴ്സ് UDFനെ പിന്തുണയ്ക്കുമെന്ന് ഇന്ന് ചേർന്ന ജനസഭയിൽ ഭൂരിപക്ഷ അഭിപ്രായമുണ്ടായി. മറ്റന്നാൾ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ബിനു പുളിക്കകണ്ടം 24നോട്. ബിനു പുളിക്കകണ്ടം നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് ഇപ്പോൾ ഒരു തീരുമാനം എന്താണ്? 23-ാം തീയതി പ്രഖ്യാപിക്കാനാണോ ആലോചിക്കുന്നത്? 23-ാം തീയതി പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നത്. നമ്മൾ ഇന്ന് തൊട്ട് ഇനി ചർച്ചകളിലേക്ക് കടക്കും. ഇരുമുന്നണിയായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾ കണ്ട പോലെ നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം, അല്ലെങ്കിൽ കൂടുതൽ, ഞാനിത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല, വ്യക്തമായിട്ട് അഭിപ്രായം എഴുതിയിട്ടുണ്ട്. അവരുടെ ആവശ്യമനുസരിച്ച് ആദ്യമേ UDFുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രയോറിറ്റി ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യും. നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ നമ്മുടെ വാർഡ് ജനസഭ നിങ്ങൾ കണ്ട പോലെ ഏതൊരു എന്നാ പറയുന്നത്, ആരെയും ബോധ്യപ്പെടുത്താനോ വെളിയിൽ കാണിക്കാൻ വേണ്ടിയൊരു വാർഡ് സഭയല്ല, അക്ഷരാർത്ഥത്തിൽ ജനഹിതം അറിയുന്നതിനുള്ള ഒരു വാർഡ് സഭയായിരുന്നിത്. ആ വാർഡ് ജനസഭയിൽ എല്ലാ ആളുകളും സഹകരിച്ചു, അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവരുടെ ഒരു മനസ്സും കൂടെ അറിഞ്ഞതിന് ശേഷം അധ്യക്ഷയാക്കാനുള്ള എല്ലാ ചർച്ചകളും ഇപ്പോൾ ആ കാര്യത്തിലൊരു പിന്തുണ പൂർണ്ണമായിട്ട് ലഭിച്ചു. പൂർണ്ണമായിട്ടും അത് അവരുടെ ആവശ്യം. ഇപ്പോൾ പലരും എഴുതിയിരിക്കുന്നത് ഞാൻ ഉറക്കെ വായിക്കാതിരുന്നതാണ് ഒരു ചർച്ചയിലേക്ക് പോകാതിരിക്കാൻ. ഇവിടെ സൂചിപ്പിച്ച പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ. കഴിഞ്ഞ കാലങ്ങളിൽ അർഹതപ്പെട്ടത് തട്ടിത്തെറിപ്പിച്ചു. അപ്പോൾ ആ ഒരു അവസ്ഥ മോൾക്കുണ്ടാകരുത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ UDFിനൊപ്പം പോകണമെന്നൊരു ആവശ്യം കൂടുതലായിട്ട് ഉയർന്നിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം LDFുമായിട്ടാണ് സ്റ്റേറ്റ് ഫൈറ്റ് ചെയ്തത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ടാണ് ഞങ്ങൾ ഈ 3 വാർഡിലും മത്സരിച്ചത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ UDF ഞങ്ങൾക്ക് ഫേവർ ചെയ്ത് മത്സരിക്കാതിരുന്നതല്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ 21 വോട്ടും 30 വോട്ടും 16 വോട്ടും ഒക്കെയാണ് UDFിന് അവിടെ ലഭിച്ചത്. അവരെ കൊച്ചാക്കി പറഞ്ഞതല്ല. ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിക്കാത്തതോടുകൂടി അവർ അതൊന്നും ഞങ്ങൾ പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു തീരുമാനത്തെ അതൊന്നുമല്ല സ്വാധീനിക്കുന്നത്. അതാണ് എന്തായാലും ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. അതിൽ UDFിനോട് ആദ്യം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനുശേഷം LDFുമായിട്ടും ചർച്ചയുണ്ടാകും. അങ്ങനെ ചില സംസ്ഥാന നേതാക്കളടക്കം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിനു നേരത്തെ പറഞ്ഞത്. എന്തായാലും 23-ാം തീയതി ആ ഒരു തീരുമാനം എന്തായാലും ഈ പുളിക്കകണ്ടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൈക്കൊള്ളും. മറ്റു വാർത്തകളിലേക്ക്.
തൃശൂർ ചാലക്കുടി നഗരസഭയിൽ രക്തസാക്ഷികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത LDF അംഗത്തിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കി. വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലിച്ചു. 5ാം വാർഡ് കൗൺസിലർ നിതിൻ പുല്ലന്റെ സത്യപ്രതിജ്ഞയാണ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് വരണാധികാരി റദ്ദാക്കിയത്. തൃശൂരിൽ നിന്ന് സൂര്യ സജീവ് വിവരങ്ങൾ നൽകുന്നു. ഈ വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ഇന്ന് ചാലക്കുടി നഗരസഭയിലെ 5ാം വാർഡിലെ വാർഡ് കൗൺസിലർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ രക്തസാക്ഷിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാവായിരുന്ന നിതിൻ പുല്ലനാണ്, LDFന്റെ യുവ നേതാവാണ് ഈ രക്തസാക്ഷി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത്. ഇതോടുകൂടി ഈ വരണാധികാരി ഇടപെട്ടുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യുകയായിരുന്നു. ചാലക്കുടി നഗരസഭയിലെ മുതിർന്ന അംഗം ആദ്യം ഓരോരുത്തർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അതിനിടയിലാണ് നിതിൻ പുല്ലൻ ഈ രക്തസാക്ഷിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടുകൂടി ഈ വരണാധികാരി കൂടിയായിട്ടുള്ള ചാലക്കുടി DFO M വെങ്കടേശ്വരൻ ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയായിരുന്നു. എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഈ ചാലക്കുടി നഗരസഭയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ അരങ്ങേറിയത്. ഓക്കെ, താങ്ക് യു സൂര്യ സജി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ കൗൺസിൽ യോഗത്തിന് മുൻപ് ഗണഗീതം പാടി BJP പ്രവർത്തകർ. കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ച BJPയിൽ മേയറും ഡെപ്യൂട്ടി മേയറും ആരാകും എന്ന ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. നന്ദൻകോട് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം UDFന്റെ KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ KR ക്ലീറ്റസ് ബാക്കി 99 കൗൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 50 ഡിവിഷനുകൾ വിജയിച്ച് കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ച NDAയിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VV രാജേഷും R ശ്രീലേഖയും കരമനാജിത്തും സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംസ്കൃതത്തിലായിരുന്നു കരമനാജിത്തിന്റെ സത്യപ്രതിജ്ഞ. യഥാ ഭയാശങ്കാഃ മമതാ വാത്സല്യ വിദ്വേഷം വാഗ്മിന അഹം മമ ഔദ്യോഗികാനി കർത്തവ്യാനി. 29 സീറ്റോടെ പ്രതിപക്ഷത്തായ LDF കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 19 സീറ്റുകളോടെ നില മെച്ചപ്പെടുത്തിയ UDF കൗൺസിലർമാർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അഡ്വക്കേറ്റ് KS ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യ കൗൺസിൽ യോഗം ചേരുന്നതിനു മുമ്പ് BJP പ്രവർത്തകർ ഗണഗീതം പാടി. സംസ്ഥാനത്തു പലയിടങ്ങളിലും CPIM കോൺഗ്രസ് ബാന്ധവമെന്നും തിരുവനന്തപുരത്ത് ചർച്ചകളിലൂടെ മേയറെ തീരുമാനിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP അധികാരത്തിലെത്തുന്നത് കോൺഗ്രസിന്റെ സഹായത്തോടെയെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SP ദീപക് പറഞ്ഞു. ക്രിയാത്മക പ്രതിപക്ഷമായി UDF പ്രവർത്തിക്കുമെന്ന് KS ശബരിനാഥൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. നമുക്ക് തദ്ദേശം വിട്ട് ഇനി നിയമസഭയിലേക്ക് പോയാലോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ 2020 മുന്നൊരുക്കം പൂർത്തിയാക്കാൻ പ്രവർത്തകർക്ക് ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം പൂർത്തിയാക്കിയെന്നാണ് സാബു M ജേക്കബ് 24നോട് പറഞ്ഞത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇത്തവണ ഞങ്ങൾ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. ഞങ്ങൾ എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം 140 മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്നാണ്. പക്ഷെ പ്രായോഗികമായിട്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും 50-ൽ കുറയാത്ത സ്ഥാനാർത്ഥികൾ 2020യുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരരംഗത്തുണ്ടാവും. കൊച്ചിയിൽ നിന്നും ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു ലീഡിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായ മുന്നേറ്റം നൽകാമെന്ന തീരുമാനത്തിൽ 2020 എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 50-ലധികം സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരത്തിനൊരുങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറെടുപ്പ്. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സാബു എം ജേക്കബ് തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ പല സീറ്റുകളിലും 2020 സാന്നിധ്യമുണ്ടായിരുന്നു. പല സീറ്റുകളിലും വിജയിയെ തീരുമാനിക്കുന്ന രീതിയിൽ പോലും വോട്ടുകൾ സ്വാധീനിക്കാൻ 2020 കഴിഞ്ഞിരുന്നു. അതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് മറ്റ് പല ജില്ലകളിലടക്കം വിവിധ സീറ്റുകളിലായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങാമെന്ന തീരുമാനത്തിലേക്ക് നിലവിൽ 2020 എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധ മേഖലകളിലുള്ള പ്രവർത്തകരോട് സജ്ജരായിരുന്നു കൊള്ളാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. മാത്രമല്ല, സ്ഥാനാർത്ഥികൾ ആരെ ഏത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നൽകുന്നുണ്ട്. അതായത് റിസർച്ചിലൂടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രഖ്യാപിക്കാനും വലിയ താമസമില്ല എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വേണ്ടി വന്നാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് 2020 അറിയിച്ചിരിക്കുന്നത്. അത് ശക്തമായ സാന്നിധ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം കൂടി 2020 ചീഫ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സാബു എം ജേക്കബ്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ടെലിഫോണിൽ ചേരുന്നു. ശ്രീ സാബു എം ജേക്കബ്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ സാധ്യതകളാണോ നിങ്ങൾക്ക് നിയമസഭയിൽ 50-ൽ കുറയാത്ത സ്ഥാനാർത്ഥികളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം എന്ന് പ്രേരകമായത്? എന്താണ് ഈ ഊർജത്തിന്റെ പിന്നിലെ ശക്തി? ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇത്തവണ നിയമസഭയില് എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു 140-ലും മത്സരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ കമ്മിറ്റികളുള്ള സ്ഥലങ്ങളിൽ 50 സ്ഥലങ്ങളിൽ മത്സരിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിൽ കുറച്ച് ചിലപ്പോ 5 സീറ്റ് കുറയാനോ കൂടാനോ ഒക്കെ സാധ്യതകളുണ്ട്. ഇത്തവണത്തെ ഈ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഞങ്ങളിപ്പോ നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തിനേക്കാൾ നില മെച്ചപ്പെടുത്തി. എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോ 22,000-ഓളം സീറ്റുകളില് ഞങ്ങള് 4% കുറവുള്ള സീറ്റുകളാണ് ഞങ്ങള് മത്സരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 880 സീറ്റുകളിൽ ഞങ്ങൾ മത്സരിച്ചിട്ട് ഇന്ന് കേരളത്തില് ഒറ്റയ്ക്ക് നിന്ന ഒരു പാർട്ടി 9ാം സ്ഥാനത്ത്, അതായത് 78 സീറ്റുകളിൽ വിജയിച്ച് CPM-നെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും പോലെ 79ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണത്. മാത്രമല്ല, ഞങ്ങൾ ഈ മത്സരിച്ച സ്ഥലങ്ങളിൽ ആവറേജ് 10.1% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒറ്റയ്ക്ക് നിന്നിട്ട് 3 മുന്നണികളോട് ഏറ്റുമുട്ടി ഞങ്ങൾ ഇത്രയും വോട്ടിംഗ് പെർസെന്റേജ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ 50 സ്ഥലത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു പുതുരീതി എങ്ങനെയായിരിക്കും? ഇത് സ്വതന്ത്രന്മാരാണോ, അതോ ഈ പ്രതിഭാധനരായ ആൾക്കാരെ കണ്ടെത്തുകയാണോ, അതോ നിങ്ങളുടെ 2020-യുമായി രാഷ്ട്രീയമായി സഹകരിക്കാൻ തയ്യാറുള്ളവരാണോ? എങ്ങനെയായിരിക്കും അവരുടെ ഒരു പൊതു സ്വഭാവം ഈ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ? അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികള് ഈ മറ്റുള്ള പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകള്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട്. കാരണം ഒരു നിയമസഭ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പോലെയല്ല. ഞങ്ങൾ പഞ്ചായത്തുകളിൽ തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ 99% കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിയമസഭയിലേക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ട് പല മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക, ജനങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്നത്തെ കാലഘട്ടത്തിനും ടെക്നോളജിക്കും അനുസരിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റിയ ആളുകളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ഓക്കെ, താങ്ക് യു ശ്രീ സാബു എം ജേക്കബ്. 2020 ചീഫ് കോർഡിനേറ്റർ ശ്രീ സാബു എം ജേക്കബാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിച്ച സംഭാവനയിൽ വൻ വർധന. ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി ഈ സാമ്പത്തിക വർഷം പാർട്ടികൾക്ക് ലഭിച്ചത് 3811 കോടി രൂപയാണ്. BJPക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയിരിക്കുന്നത്. ഇലക്ടറൽ ബോണ്ടുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതിനു ശേഷമാണ് ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴിയുള്ള വരുമാന വർധനവ്. ഈ സാമ്പത്തിക വർഷം മാത്രം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് 3811 കോടി രൂപ സംഭാവന. മുൻ വർഷത്തെ അപേക്ഷിച്ച് 200% കൂടുതൽ. ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് BJPക്ക് 3112 കോടി രൂപ, അതായത് ആകെ തുകയുടെ 80%. കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി രൂപ. മറ്റ് പാർട്ടികൾക്കെല്ലാം ചേർന്ന് 400 കോടി രൂപയും ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴി സംഭാവന ലഭിച്ചു.
പ്രുഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത്. ഏതാണ്ട് 2180 കോടി രൂപ. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്ന് വിവാദത്തിലായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരിൽ പെടുന്നു. ഭാരതി എയർടെൽ, ജിൻഡാൽ സ്റ്റീൽ, സിറം ഇന്ത്യ, വേദാന്ത ITC തുടങ്ങിയ കമ്പനികളും വൻ തുക സംഭാവന നൽകിയിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള സംഭാവനകൾ കൂടി കണക്കുകൂട്ടിയാൽ പാർട്ടികളുടെ വരുമാനം ഇനിയും വർദ്ധിക്കും. ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി 2024 ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. 24 ഡൽഹി. കോഴിക്കോട് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് ഫൈനലിൽ മുഖ്യ അതിഥിയായി ബോളിവുഡ് താരം സൽമാൻ ഖാൻ. EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ബൈക്ക് റേസ് ഫൈനൽ നടക്കുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സൽമാൻ ഖാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേഡിയത്തിൽ നിന്ന് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും നമുക്കൊപ്പം സമീർ സി മുഹമ്മദ് ചേരുന്നു. സൽമാൻ ഖാൻ പങ്കെടുത്ത ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയൂ സമീർ സി മുഹമ്മദ്. ഇതാദ്യമായാണ് കോഴിക്കോട് സൂപ്പർ ക്രോസ് റൈസ് ലീഗിന്റെ ഫൈനൽ മത്സരം വരുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ മത്സരത്തെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. ജനനിബിഡമാണ് സ്റ്റേഡിയം. 30,000-ൽ അധികം കാണികൾ എത്തിയ ഒരു മത്സരമാണിത്. 3 കാറ്റഗറികളായിക്കൊണ്ട് 36 താരങ്ങളാണ് മാറ്റിവെക്കുന്നത്. 6 ഫ്രാഞ്ചൈസികളായിക്കൊണ്ടാണ് ദേശീയ അന്തർദേശീയ താരങ്ങളായിട്ടുള്ള 36 പേർ മാറ്റിവെക്കുന്നത്. 3 കാറ്റഗറികൾ, അതായത് 450cc ഇന്റർനാഷണൽ, അതുപോലെ തന്നെ 150cc ഇന്റർനാഷണൽ, 250cc ഏഷ്യ ഇന്ത്യ മിക്സ് എന്നീ ഈ കാറ്റഗറിയിലായിക്കൊണ്ടാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. ഈ മത്സരത്തിലേക്കാണ് മുഖ്യാതിഥിയായിക്കൊണ്ട് ബോളിവുഡ് ഇതിഹാസം സൽമാൻ ഖാൻ എത്തിയത്. വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിച്ചു. അദ്ദേഹം എല്ലാവരും വിഷ് ചെയ്തു. എല്ലാവർക്കും അവിടെ അദ്ദേഹത്തെ ആരാധിക്കുന്ന സിനിമാ പ്രേക്ഷകർ, അതുപോലെ തന്നെ താരങ്ങൾ, റൈഡേഴ്സ് ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും തന്നെ വിഷ് ചെയ്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആരായിരിക്കും മലബാറിൽ നിന്ന് ഈ വിജയികൾ എന്നത് സംബന്ധിച്ച് അറിയാൻ കഴിയും. SKN പ്രൈം ടൈം തുടരുകയാണ്. ഇനി മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് പാലക്കാട് ജില്ലാ ഭരണകൂടം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. SC/ST നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തും. ആവശ്യങ്ങൾ അംഗീകരിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് രാംനാരായൺ ബാഗേലിന്റെ കുടുംബം. സംഭവം അത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. അത് വളരെ ബ്രൂട്ടലായ ഒരു മർഡറായി പോയി. ബോഡി മൊത്തം അടിച്ച പരിക്കുകളുണ്ടായിരുന്നു. പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അതുതന്നെയാണ് മരണകാരണം. രാംനാരായൺ നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ 15 പേര് പ്രതികളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പല പ്രതികളും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി എന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല, ആരായാലും നോക്കേണ്ട കാര്യമില്ല. അവരെ ഗവൺമെൻറ് ഗൗരവമൂലം കണക്കാക്കി അതിനെ പിടിച്ച് ശിക്ഷിക്കണം. ഇത് ആവർത്തിക്കാൻ പാടില്ല. പോലീസ് പ്രതികളെ സഹായിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ വിടവാങ്ങി. സംസ്കാരം തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സാക്ഷിയായി ജനസാഗരം. പേനയും പേപ്പറും പൂക്കളും സമർപ്പിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് സത്യൻ അന്തിക്കാട്. മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ച മകൻ ധ്യാൻ ശ്രീനിവാസൻ. അന്തിമോപചാരം അർപ്പിച്ച് നടൻ സൂര്യ ഉൾപ്പെടെ പ്രമുഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും പങ്ക് വിവരിച്ച് റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെന്നും ഇരുവരും കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നും പരാമർശം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും ഉടൻ SIT ചോദ്യം ചെയ്യാനും സാധ്യത.
ശബരിമല വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം എന്തെന്ന് കോടതിയുടെ ചോദ്യം. ഭാവി വികസനം ലക്ഷ്യമിട്ടെന്ന സർക്കാർ വാദം കോടതി തള്ളി. ഭൂമിയുടെ അളവ് കൃത്യമായി നിർണ്ണയിക്കാൻ പുതിയ പഠനം നടത്താൻ കോടതി നിർദ്ദേശം. ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് ഇനി ചെലവേറും. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് ടിക്കറ്റ് നിരക്ക് റെയിൽവേ കൂട്ടി. ഓർഡിനറി ക്ലാസ്സിന് കിലോമീറ്ററിന് 1 പൈസയുടെ വർധന. AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ കൂടും. പുതുക്കിയ നിരക്ക് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ജി ബിൽ നിയമമായി. തൊഴിൽ ദിനങ്ങൾ ഉയരുമെന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട തുക വർദ്ധിപ്പിച്ചത് പ്രതിസന്ധിയാകുമെന്ന വിമർശനവുമായി പ്രതിപക്ഷം. കണ്ണൂർ അയ്യൻകുന്നിൽ ഭീതി വിതച്ച കാട്ടാന. തുരത്താനുള്ള ശ്രമത്തിനിടെ ജനവാസ മേഖലയിലൂടെ പരക്കം പാച്ചിൽ. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ശബരിമല മരക്കൂട്ടം യു-ടേൺ ഭാഗത്ത് എത്തിയ കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തി. വയനാട് ദേവർഗദ്ദയിൽ വീണ്ടും കടുവയെ കണ്ടെന്ന നാട്ടുകാർ. ഡേറ്റാബേസിലുള്ള കടുവയല്ലെന്ന് വനംവകുപ്പ്. ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വി പ്രിയദർശിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് KP താഹിറിനെ തീരുമാനിച്ച മുസ്ലിം ലീഗ്. പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നത്. നമ്മൾ ഇന്ന് തൊട്ട് ഇനി ചർച്ചകളിലേക്ക് കടക്കും. ഇരുമുന്നണിയായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾ കണ്ട പോലെ നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ, ഞാനിത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല, വ്യക്തമായിട്ട് അഭിപ്രായം എഴുതിയിട്ടുണ്ട്. അവരുടെ ആവശ്യമനുസരിച്ച് ആദ്യമായി UDF ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. പാലാ നഗരസഭയിൽ ആർക്ക് പിന്തുണ നൽകണമെന്ന് മറ്റന്നാൾ തീരുമാനിക്കുമെന്ന് സ്വതന്ത്ര കൗൺസിലർ ബിനു പുളിക്കകണ്ടം. ഇടുക്കി ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന് സ്റ്റോപ്പ് മെമ്മോ. പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ കൈമാറി. അനധികൃത നിർമ്മാണം നടത്തിയത് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച്. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയും ഗ്ലാസ് ബ്രിഡ്ജിനില്ല. വീണ്ടും ലോക കേരള സഭയുമായി സർക്കാർ. 5ാം പതിപ്പ് അടുത്ത കൊല്ലം, അതായത് ജനുവരി 29 മുതൽ ആരംഭിക്കും. ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. അടുത്ത മാസം 30, 31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനം നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ബാറിൽ വെടിവെപ്പ്. 9 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. അക്രമികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് കിരീട നഷ്ടം. പാകിസ്ഥാനോട് തോറ്റത് 191 റൺസിന്. 348 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 156 റൺസിന് ഓൾ ഔട്ടായി. ബംഗ്ലാദേശിൽ ഹിന്ദു പൗരനെ കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ചു. ഡൽഹിയിലെ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിലുണ്ടായ പ്രതിഷേധങ്ങളിൽ അതൃപ്തി അറിയിച്ച ബംഗ്ലാദേശ് പ്രതിഷേധത്തിന് അനുമതി നൽകിയത് ഖേദകരമെന്നും പ്രതികരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ രാജ്യത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 509 സുരക്ഷാ ഉദ്യോഗസ്ഥരും 1511 സാധാരണക്കാരും. സുരക്ഷാ സേന വധിച്ച മാവോയിസ്റ്റുകളുടെ കണക്ക് പുറത്തുവിടാതെ കേന്ദ്ര സർക്കാർ. 10 കൊല്ലത്തിനിടെ കീഴടങ്ങിയത് 8722 മാവോയിസ്റ്റുകൾ. മാവോയിസ്റ്റ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് 1657 കോടി രൂപ. കോഴിക്കോട്ട് ലഹരിക്കടിമയായ മകനെ പിതാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് പള്ളിക്കണ്ടി സ്വദേശി യാസിൻ അറാഫത്തിന്. മകൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതെന്ന് പിതാവ് അബൂബക്കർ സിദ്ദീഖ് പോലീസിനോട്. ലഹരി ഉപയോഗിക്കുന്ന മകൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും മൊഴി. മലപ്പുറം മഞ്ചേരിയിൽ ലഹരിവേട്ട. 18.67 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായി. അറസ്റ്റിലായത് മഞ്ചേരി സ്വദേശികളായ സൈനുദ്ദീൻ തനൂഷ് എന്നിവർ. MDMA കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിൽ. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP പ്രതിനിധി ഡോക്ടർ TG വിനോദ് കുമാർ അയോഗ്യനാകും. TG വിനോദ് കുമാറിനെ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കി. നടപടി മതിയായ യോഗ്യത ഇല്ല എന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർ TG വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു.
മൂടൽമഞ്ഞിൽ വലഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തു നിന്നുള്ള 100ഓളം സർവീസുകൾ റദ്ദാക്കി. നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണെന്ന് നോർത്തേൺ റെയിൽവേ. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി ഡൽഹി സർക്കാർ. ജീവിതാന്ത്യം വരെയുള്ള ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ വിചാരണ കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. ഇളവില്ലാത്ത ജീവപര്യന്തം വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അധികാരമെന്നും നിരീക്ഷണം. ഉത്തരവ് ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കോടതിയുടെ ഇടപെടൽ 5 മക്കളുടെ അമ്മയെ തീകൊളുത്തി കൊന്ന കേസിലെ പ്രതിയുടെ ഹർജിയിൽ. ജമ്മു കാശ്മീരിൽ കനത്ത ജാഗ്രത. കാശ്മീരിലെ NIA ആസ്ഥാനത്തിന് സമീപം ചൈനീസ് റൈഫിളിന്റെ ടെലിസ്കോപ്പ് കണ്ടെത്തി. ടെലിസ്കോപ്പ് കണ്ടെത്തിയത് ജമ്മു കാശ്മീർ പോലീസിന്റെ പരിശോധനയ്ക്കിടെ. ഈ പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രയേൽ ആയുധ കച്ചവടത്തിന് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. നിരീക്ഷണ ഉപകരണങ്ങളുടെ വിൽപ്പനയ്ക്കും ആക്രമണ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതായി വിമർശനം. കഴിഞ്ഞ കൊല്ലം ഇസ്രയേൽ വിറ്റഴിച്ചത് 1500 കോടി രൂപയുടെ ആയുധങ്ങൾ. മുൻകൊല്ലത്തെ അപേക്ഷിച്ച് 13% വർധനയാണിത്. ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിച്ച സംഭാവനയിൽ വൻ വർധന. ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി ഈ സാമ്പത്തിക വർഷം രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിച്ചത് 3811 കോടി രൂപ. BJP കിട്ടിയത് 3112 കോടി രൂപ. കോൺഗ്രസിന് 299 കോടിയും മറ്റ് പാർട്ടികൾക്കെല്ലാം ചേർന്ന് 400 കോടി രൂപയും ലഭിച്ചു. അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിൽ കുടിയൊഴിപ്പിക്കൽ. ഒഖ്ലയിലെ അലിഗാവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത് 300-ലധികം കുടുംബങ്ങളെ. ഉത്തർപ്രദേശ് ജലസേന വകുപ്പിന്റെ നടപടി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് കുടിയൊഴിപ്പിച്ചതെന്ന് ആക്ഷേപമുയരുന്നു. നിയമപരമായ രേഖകൾ കൈവശമുണ്ടെന്നും കുടുംബങ്ങൾ. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. അമേരിക്കൻ ആക്രമണത്തിൽ 5 IS ഭീകരർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ. മധ്യ സിറിയയിലെ 70-ലധികം IS കേന്ദ്രങ്ങൾ തകർത്തെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. ആക്രമണം സിറിയൻ പ്രസിഡന്റിന്റെ പൂർണ്ണ പിന്തുണയോടെയെന്ന് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലിയൻ തീരത്ത് നിന്ന് ഒരു എണ്ണക്കപ്പൽ കൂടി പിടിച്ചെടുത്ത അമേരിക്ക. ഇന്നലെ പിടിച്ചെടുത്ത കപ്പൽ അമേരിക്കൻ ഉപരോധ പട്ടികയിൽ ഇല്ലാത്തെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കൻ നടപടി മയക്കുമരുന്ന് വ്യാപാരത്തിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച്. ഈ മാസം ഇതുവരെ വെനസ്വേലിയൻ തീരത്ത് നിന്ന് അമേരിക്ക പിടിച്ചെടുത്തത് 2 എണ്ണക്കപ്പലുകൾ. മെറ്റ ഗ്ലാസ് ധരിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ആൾക്കെതിരെ കേസെടുത്തു. ഫോർട്ട് പോലീസ് കേസെടുത്തത് ശ്രീലങ്കൻ സ്വദേശിക്കെതിരെ. ചോദ്യം ചെയ്യലിന് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. തുലാഭാര മണ്ഡപത്തിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മെറ്റ ഗ്ലാസ് ഉപയോഗിച്ച് പകർത്തിയെന്ന കണ്ടെത്തൽ. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ രാജ്യത്ത് 8722 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയെന്ന് കേന്ദ്ര സർക്കാർ. 509 സുരക്ഷാ ഉദ്യോഗസ്ഥരും 1511 സാധാരണ ജനങ്ങളും ഈ കാലയളവിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ സുരക്ഷാ സേന വധിച്ച മാവോയിസ്റ്റുകളുടെ കണക്ക് കേന്ദ്ര സർക്കാർ ഇനിയും പുറത്തുവിട്ടില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. രാജ്യത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത് കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ. ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതും സുരക്ഷാ ജീവനക്കാരും ജനങ്ങളും കൊല്ലപ്പെട്ടതും ഛത്തീസ്ഗഡിലാണ്. 6193 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 381 സുരക്ഷാ ജീവനക്കാരും 748 സാധാരണ ജനങ്ങളും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡിൽ 257 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 60 പട്ടാളക്കാരും 373 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 305 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 28 സുരക്ഷാ ജീവനക്കാരും 111 സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു. ഒഡീഷയിൽ 277 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 22 സുരക്ഷാ ഉദ്യോഗസ്ഥരും 115 സാധാരണക്കാരും മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തെലങ്കാനയിൽ 770 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 1 സുരക്ഷാ ജീവനക്കാരനും 15 ആളുകളും കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ 755 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 35 സാധാരണക്കാർക്കും 1 സുരക്ഷാ ജീവനക്കാരനും ജീവൻ നഷ്ടമായി. 2017-ലും 2021-ലുമായി കേരളത്തിലും 2 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. ഈ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ 11 സ്റ്റേറ്റുകളിലായി 8722 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ടെന്നും 509 സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടിട്ടുണ്ടെന്നും 1501 പൊതുജനങ്ങൾ
മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിവരാവകാശ മറുപടിയിൽ വ്യക്തമായിരിക്കുകയാണ്. മാവോയിസ്റ്റ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ 1657.61 കോടി രൂപ 10 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചു. ആയുധം താഴെ വയ്ക്കാൻ 2026 ഫെബ്രുവരി 15 വരെയാണ് മാവോയിസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനോട് സമയം തേടിയിരിക്കുന്നത്. 8700ഓളം മാവോയിസ്റ്റുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ കീഴടങ്ങി. 509 സുരക്ഷാ ജീവനക്കാരും 1500ഓളം സാധാരണക്കാർക്കും മാവോയിസ്റ്റ് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ വിവരങ്ങൾ പുറത്തുവിടുന്ന കേന്ദ്ര സർക്കാർ പക്ഷേ സുരക്ഷാ സേന വധിച്ച മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP പ്രതിനിധി ഡോക്ടർ TG വിനോദ് കുമാർ അയോഗ്യനാകും. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ TG വിനോദ് കുമാറിനെ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കി. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിരുന്ന ഡോക്ടർ TG വിനോദ് കുമാറിനെ മുൻ ചാൻസലറാണ് സിൻഡിക്കേറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്തത്. സർവകലാശാലയ്ക്ക് പുറത്തുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനേഷൻ. എന്നാൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് തസ്തികയിൽ തുടരാനുള്ള യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയതോടെ കോടതി ഇടപെടലിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിനോദ് കുമാറിന്റെ നിയമനം കഴിഞ്ഞ ദിവസം റദ്ദാക്കി. ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ 2015 ജൂനിയർ സയന്റിസ്റ്റ് എന്ന നിലയിലായിരുന്നു വിനോദ് കുമാറിന്റെ നിയമനം. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആകാനുള്ള അടിസ്ഥാന യോഗ്യതയായ ബിരുദാനന്തര ബിരുദവും PhDയും TG വിനോദ് കുമാറിന് ഇല്ലായിരുന്നു. TG വിനോദ് കുമാറിനായി യോഗ്യതയിൽ ഇളവ് വരുത്തിയെന്നും നിയമനം റദ്ദാക്കണമെന്നുള്ള ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. TG വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സർവകലാശാല PhD വിവാദത്തിൽ ജാതി അധിക്ഷേപ പരാതി നേരിട്ട ഡീൻ ഡോക്ടർ CN വിജയകുമാരിക്ക് വേണ്ടി വിനോദ് കുമാർ രംഗത്തെത്തി നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി ഉള്ള കാര്യം നിയമനം റദ്ദാക്കിയ വിഷയത്തിൽ ഡോക്ടർ TG വിനോദ് കുമാറിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. 24 തിരുവനന്തപുരം. പ്രൈം ടൈം അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. 14 കൊല്ലത്തിന് മുകളിൽ മോചനമില്ലാത്ത ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ വിചാരണ കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. ഇളവില്ലാത്ത ജീവപര്യന്തം വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അധികാരമെന്നാണ് വിധി. ജസ്റ്റിസ് A അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ വിധി വന്നിരിക്കുന്നത്. കൊലപാതക കേസുകളിൽ പ്രതികൾക്ക് 14 വർഷത്തിൽ കൂടുതൽ പരോളോ മോചനത്തിന് അപേക്ഷിക്കാനുള്ള അവകാശമോ ഇല്ലാത്ത ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ലെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. നിയമപ്രകാരം അപൂർവം കേസുകളിൽ 14 വർഷത്തിലധികമോ ജീവിതാന്ത്യം വരെയോ പ്രതിക്ക് ഇളവില്ലാത്ത ശിക്ഷ വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും സുപ്രീം കോടതി വിധിച്ചു. അത്തരം ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല. 5 മക്കളുടെ അമ്മയെ തീ കൊളുത്തി കൊന്ന കേസിൽ കർണാടക സ്വദേശിയുടെ അപ്പീലിലാണ് കോടതി ഇടപെടൽ. പ്രതിക്കെതിരെ മോചനമില്ലാത്ത ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചത്. ഇത് കർണാടക ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഈ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ശിക്ഷ 14 വർഷത്തെ ജീവപര്യന്തമായി കുറച്ച കോടതി ഇളവിനായി അപേക്ഷ സമർപ്പിക്കാനും പ്രതിക്ക് അനുമതി നൽകി. കേസിൽ ക്രിമിനൽ നടപടിക്രമചട്ടത്തിലെ സെഷൻ 428 പ്രകാരമുള്ള ഇളവിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണോ എന്ന നിയമപ്രശ്നം മാത്രമാണ് പരിഗണിച്ചതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 24 ഡൽഹി. അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ ഡൽഹിയിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ. 300-ലധികം കുടുംബങ്ങളെയാണ് ഓഖ്ലയിലെ ആലിഗാവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. മുൻകൂർ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടിയെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ആലിഗാവിലെ മസ്ജിദ് കോളനി നിവാസികൾക്കെതിരെയാണ് ഉത്തർപ്രദേശ് ജലസേചന വകുപ്പിന്റെ നടപടി. ഡൽഹി പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും അകമ്പടിയോടെ എത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ സീൽ ചെയ്തു. വീട്ടുസാധനങ്ങൾ മാറ്റാനോ മറ്റൊരു താമസ കേന്ദ്രം കണ്ടെത്താനുള്ള സാവകാശമോ നിവാസികൾക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം. മുൻകൂർ നോട്ടീസ് ലഭിച്ചില്ലെന്നും കുടുംബങ്ങൾ. छोटे बच्चे हैं, बड़ी परेशानी हो रही है. बुखारों का चढ़ा बच्चों को, न खाने को न पीने को है. കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ജലവിതരണവും നിർത്തിവെച്ചു. അനധികൃതമായി കുടിയേറിയതല്ലെന്നും നിയമപരമായ രേഖകൾ കൈവശമുണ്ടെന്നും നിവാസികൾ പറയുന്നു.
आधार कार्ड यहाँ के, पैन कार्ड यहाँ के, राशन कार्ड यहाँ के, बिजली के बिल यहाँ के। अब पल्लंग तो है उनकी बाउंड्री, फिर है रोड, फिर है ये लैन, तो यहाँ कहाँ से आएगी उनकी ज़मीन? വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാപ്പ് 4 ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല. വയോധികർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള 300ഓളം പേരാണ് കുടിയൊഴിപ്പിക്കലോടെ വഴിയാധാരമായത്. എങ്ങോട്ട് പോകണമെന്ന് ഇവർക്കറിയില്ല, ആരഭയം നൽകുമെന്നും ഇവർക്കറിയില്ല. ഈ അതികഠിനമായ ശൈത്യകാലത്ത് ദുരവസ്ഥയിലാണ് ഈ ജനത. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഇനി ഇരവിപുരത്തേക്ക് ഒരു അതിക്രമണത്തിന്റെ വാർത്ത. കൊല്ലം ഇരവിപുരത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി SIയെ ഭീഷണിപ്പെടുത്തിയതിന് CPM നേതാവിനെതിരെ കേസ്. കൊല്ലം കോർപ്പറേഷൻ മുൻ കൗൺസിലർ സജീവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും FIR പറയുന്നു. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അരുൺരാജ്, എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറി അവലും മലരും മേശപ്പുറത്ത് വെച്ച് CPM നേതാവ് SIയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒരു വണ്ടി തർക്കം, അത് ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ സജീവിന്റെ വാഹനം ഇരവിപുരം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇത് ഇറക്കാൻ വേണ്ടി സ്റ്റേഷനിലെത്തിയപ്പോൾ SI ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾ സജീവിന് മുമ്പാകെ വെച്ചു. പക്ഷേ ഇതിൽ പ്രകോപിതനായ സജീവ് പോലീസ് സ്റ്റേഷനിൽ കയറി SI അടക്കം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയതും തനിക്ക് നേരെ അവലും മലരും വെച്ച് ഇത് തനിക്കുള്ളതാണെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് SI പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM നേതാവിനെതിരെയും ഈ CPM നേതാവിന്റെ കൂടെ വന്നവർക്കെതിരെയും പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതികളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പോലീസ് ഇതിന്റെ നിയമപരമായ നടപടിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വിജിലൻസ് എടുത്ത കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ ഇപ്പോഴും വൈകുന്നു. ഗുരുതര കണ്ടെത്തലുകളുള്ള വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തുടർ നടപടികളൊന്നും എടുത്തിട്ടില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കുന്ന ആക്ഷേപം ശക്തം. എന്നാൽ സസ്പെൻഷൻ നടപടിയിൽ ഇതുവരെ തീരുമാനമില്ല. ജയിലാസ്ഥാനത്തെ DIG-ആയി ഇയാൾ തുടരുന്നത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ 2 ദിവസം മുൻപ് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ഫയൽ ശുപാർശ സഹിതം ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിക്കായി ഇന്നലെ കൈമാറിയത്. എന്നാൽ ഇതുവരെയും തീരുമാനമെടുത്തില്ല. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻപ് പലതവണ ഉന്നത ഉദ്യോഗസ്ഥർ ജയിൽ മേധാവിക്ക് അയച്ച കത്തുകളും റിപ്പോർട്ടുകളും MK വിനോദ് കുമാർ അട്ടിമറിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു വിനോദ് കുമാറിനെതിരെയുള്ള റിപ്പോർട്ടുകൾ. അഴിമതിക്ക് പിടിക്കപ്പെട്ടയാൾക്ക് 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ DIG-ആയി സ്ഥാനക്കയറ്റം നൽകിയതോടെ വിനോദ് കുമാറിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം വ്യക്തമായിരുന്നു. ഇതിനു പിന്നാലെ വിജിലൻസ് റിപ്പോർട്ടിലും നടപടിയെടുക്കാതെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ കൗതുകമുള്ള ഒരു സംഭവം ഉണ്ടായി. വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24ന്റെ പ്രതിനിധി മേഘന മുരളിക്ക് മന്ത്രിയുടെ വക അപ്രതീക്ഷിതമായ ഒരു സമ്മാനം. സംഭവം പിന്നീട് മന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല. ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലെ മന്ത്രി V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം. സ്കൂൾ അധ്യയന നടത്തിപ്പ്, സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നിവയായിരുന്നു വിഷയം. 24ൽ നിന്നും വാർത്താ സമ്മേളനം കവർ ചെയ്യാനെത്തിയത് റിപ്പോർട്ടർ മേഘന മുരളി. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ഔദ്യോഗിക മുറിയിലെ ഷെൽഫിൽ പുരസ്കാരങ്ങൾക്കൊപ്പം ഭംഗിയുള്ള വെള്ളിയിൽ തീർത്ത അമ്മ പശുവിന്റെയും കിടാവിന്റെയും പ്രതിമ. വാർത്താ സമ്മേളനത്തിനിടെ കൗതുകത്തിൽ മേഘന മുരളി പ്രതിമയിൽ നോക്കി. സംഭവം മന്ത്രി V ശിവൻകുട്ടി ശ്രദ്ധിച്ചതോടെ ട്വിസ്റ്റ്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചതിനു ശേഷം മന്ത്രി മേഘന മുരളിയെ അടുത്തേക്ക് വിളിച്ച് വെള്ളിപ്രതിമ സമ്മാനിച്ചു. പശുക്കുട്ടി വേണോ? വേണോ? എടുത്തോളാം, ധൈര്യമായിട്ട് എടുത്തോളൂ. വളരെ ആഗ്രഹത്തോടുകൂടി ഇരുന്ന് ഇതിനെ താലോലിക്കുന്നു. എടുത്തോ, ഒരു സമ്മാനം വിട്ടുകൊണ്ട് വെച്ചെങ്കിൽ. ഒപ്പം മന്ത്രിയുടെ വക രസകരമായ കൗണ്ടറും.
ഇത് എനിക്ക് ഇനി 36 ദിവസത്തിന് ഇത് നിങ്ങൾക്ക് എല്ലാവരും തന്നു തീർക്കേണ്ട. സംഭവം രസകരമായി മന്ത്രി തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. പിന്നാലെ കമന്റുകളുടെ പ്രവാഹം. 24 തിരുവനന്തപുരം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്രീനിവാസന്റെ വേർപാടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം. നിറയെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ശ്രീനിവാസൻ തങ്ങൾക്ക് ആരായിരുന്നു എന്ന് സത്യൻ അന്തിക്കാട് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും വാക്കുകൾക്ക് അതീതമാകുന്നു. ശ്രീനിവാസൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾ ഇരമ്പിയ അനുസ്മരണ ചടങ്ങിലെ വാക്കുകളോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കൊരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നല്ല രാത്രിയും നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. മലയാളത്തിന്റെ ശ്രീനിവാസൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനി. പലർക്കും ഒരുപാടുണ്ട് പറയാൻ. സത്യൻ അന്തിക്കാട് എന്ന സംവിധായകന്റെ പൂർണ്ണതയാണ് ശ്രീനിവാസൻ. വാക്കുകളിൽ പതിറ്റാണ്ടുകളുടെ ഗാഢമായ സൗഹൃദം. ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീനിയെപ്പോലെ മനുഷ്യജീവിതത്തിനെ തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 43 വർഷത്തെ സൗഹൃദം. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ പിറവി. മുകേഷിനും ശ്രീനിവാസനും ഇടയിലുള്ളത് വാക്കുകൾക്കതീതമായ സ്നേഹം. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതം 43 കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് സത്യൻ പറഞ്ഞതുപോലെ അദ്ദേഹമൊന്നും വിട്ടുപോകുന്നില്ല, വിട്ടുപോകാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ട്രോളുകളും തികട്ടി വന്ന് അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത്. ജീനിയസ് എന്ന് ജഗദീഷ്, സാംസ്കാരിക നായകനെന്ന വിശേഷണവും അധികമാകില്ല. കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ശ്രീനിവാസൻ ഇടതുപക്ഷത്തിന്റെ ശത്രുവല്ലെന്ന് ബിനോയ് വിശ്വം. പലർക്കും നഷ്ടപ്പെട്ടത് കൂടപ്പിറപ്പിനെയും ഗുരുതുല്യനെയും. നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്രീനിയേട്ടനെ ഇനി ഓർക്കുകയാണ് എന്ന് പറയുന്നത് തന്നെ അതൊരു എളുപ്പമുള്ളൊരു ഫീലിംഗ് അല്ല. ഞാൻ സംസാരിച്ചു, ആ കാല് തൊട്ട് നമസ്കരിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും സിനി ഫീൽഡിൽ എനിക്ക് തന്നിട്ടുണ്ട്. ശ്രീനിയേട്ടനോളം എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു സിനിമാക്കാരനുണ്ടോ എന്ന് സംശയമാണ്. ഏത് പ്രായത്തിലാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അനുശോചന യോഗത്തിൽ പ്രിയ ശ്രീനിയുടെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ പലരുടെയും ശബ്ദമിടറി. എല്ലാവരുടെയും സ്നേഹം മാത്രം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ മഹാപ്രതിഭ മറഞ്ഞു. 24 കൊച്ചി.